ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എട്ടാം വിളക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എട്ടാം വിളക്ക് പറഞ്ഞാൽ ഉത്സവത്തിന് 2 ദിവസം മുന്നേ എട്ടാമത്തെ വിളക്കാണ്. അപ്പോൾ ഇന്ന് തന്നെ കേട്ടോ തേവരുടെ പിറന്നാൾ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ശിവേലിയായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഞങ്ങളത് കൊച്ചും വലിയമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അവരെ കണ്ടു. പിന്നെ അത് ആൾക്കാർ പറ വെച്ചതാണ്, ശർക്കരപ്പറ, തേങ്ങപ്പറ, അവിൽപ്പറ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. ഞങ്ങൾ വലമയ്ക്കാണ് അയ്യപ്പൻ്റെ അവിടെയൊക്കെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഇതാ മേഘയുടെ അമ്മയും, അതായത് ഏട്ടൻ്റെ വല്യമ്മയും കസിനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഇന്ന് കിഴക്കേ നടക്കി ഒന്ന് പോയിട്ട് വരാച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ്. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഞങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ വന്നതാണ്. അത് കണ്ടിട്ട് ഞങ്ങൾ കുപ്പിവെള്ളം വാങ്ങാൻ പോയതാണ്. അപ്പോൾ ആ കട ഓപ്പൺ ആക്കണുള്ളൂ, എല്ലാം സെറ്റ് ആക്കണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്ന് നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കുളപ്പുരയിൽ വന്നിരിക്കുക. എന്നിട്ട് അവിടെ കുറച്ച് നേരം വന്നിരുന്നാണ് കേട്ടോ. ഞാൻ ഏട്ടനും കൂടി നല്ല ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. പിന്നെ തിരക്കൊന്നും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ പോയിരിക്കുക വെച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ക്യൂ നിന്നത് ആ ഭക്ഷണത്തിന് കയറി കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു, നല്ല ടേസ്റ്റുള്ള സദ്യയാണ് കേട്ടോ. തേവരുടെ പിറന്നാളിൻ്റെ അന്ന് ഉണ്ടാവുക. അതൊക്കെ കഴിഞ്ഞ് കഴിക്കൽ കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവരെ കണ്ടപ്പോൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെയിലത്ത് കുറച്ച് നേരം പോസ്റ്റായി. അതൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. ഇനി വൈകുന്നേരമാണ് പോണത്. അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് റെഡി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ വൈകുന്നേരം ജയശ്രീയൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ അവൾ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് സുമ്മായൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്താണ്. എന്നിട്ട് ഞാനും ഏട്ടനും സ്കൂട്ടിയിലാണ് പോയത്. അപ്പോൾ വണ്ടി എടുത്ത് ഞങ്ങളത് അവിടെ എത്തി കേട്ടോ, അമ്പലത്തിലെത്തി. അപ്പോൾ അമ്പലത്തിൽ നല്ല ക്യൂ ആണ്, ആനേനെയൊക്കെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ തൊഴുകാനുള്ള ക്യൂ ആണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ പിന്നെ അങ്ങനെ ക്യൂവിൽ നിന്നു, എന്നിട്ട് തൊഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഏട്ടനും ജയശ്രീയൊക്കെ ഉണ്ട്. അപ്പോൾ സ്നേഹചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നേഹചേച്ചി ഭവ്യൊക്കെ ഉണ്ട്. ബിനീഷേട്ടാ പോകുന്നല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് വന്ന്. എന്നിട്ട് ചുറ്റുവിളക്കൊക്കെ എത്തിച്ചതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അങ്ങനെ ഫോട്ടോയിലല്ല നേരിട്ട് കാണാൻ അതിലും ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അതാ ബിനീഷേട്ടനും വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സെൽഫി വീഡിയോ എടുത്തു കേട്ടോ. അതിൻ്റെ ഇതാ ക്യൂ ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഡബിളാണേ, ട്വിങ്സാണ് അവർ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ തിടമ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി കേട്ടോ. അവിടെ പോയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കട്ടോ. ഇനി പരിപാടി ഉണ്ട്, സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ തുളസിയും കുട്ടിയൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എട്ടാം വിളക്ക് വരെ കേട്ടോ സ്റ്റേജ് പ്രോഗ്രാംസ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് നിൽക്കാം കേട്ടോ. ഇതെൻ്റെ അംഗനവാടി മേറ്റാണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഫ്രണ്ടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ജൂനിയറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ ശ്രീജേഷൊക്കെ നല്ല ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേഘയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്നാണ് നാട്ടിലെത്തിയത് പൊള്ളാച്ചിയിൽ നിന്ന്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ, ആൾ പുറത്താണ്. അപ്പോൾ ആളും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറയുമ്പോൾ എനിക്ക് ശ്രീജേഷൊക്കെ കൊണ്ട് പോകുന്നു, ശ്രീജേഷും അപ്പവും. പിന്നെ ശ്രീജേഷിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അവരൊന്നും വീഡിയോയ്ക്ക് വരില്ല, മുഖം പൊത്തി പോവുകയാണ്. അങ്ങനെ കുട്ടീനെ ഞാൻ ചെറുതായിട്ടൊന്ന് കരയിപ്പിച്ചു കേട്ടോ. അതിൻ്റെ വിഷമത്തിലാണ് ആൾ നിൽക്കുന്നത്. പിന്നെ എന്നോട് കുറച്ച് പ്രതികാരമൊക്കെ വീട്ടിയിട്ട് പിന്നെ ഹായ് ഒക്കെ പറയാൻ തുടങ്ങി കേട്ടോ, വീഡിയോ നോക്കിയിട്ട്. പിന്നെ ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്നിട്ട് പിന്നെ മേഘയുടെ ഹസ്ബൻഡിൻ്റെ കുറച്ച് നേരം വീഡിയോ എടുത്തു കേട്ടോ. കാരണം അവൾ പറയുക യൂട്യൂബിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ക്വീൻ മൂവിയിലൊക്കെ ഉള്ള ധ്രുവൻ എന്ന് പറഞ്ഞ ആക്ടറാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വേഗം ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് പോന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ത്രിപിൾ തായമ്പക ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ജയശ്രീ ഏട്ടനും കൂടി നിൽക്കണം. അബിയൊക്കെ മുമ്പിലാണ് കേട്ടോ, മേഘയുടെ അനിയനാണ് അബി. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്നൊരു വീഡിയോ എടുത്തു കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ആൾക്കാരും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രീജു ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞത് ശ്രീജുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുഖം ഒത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ശ്രീജു അപ്പം ജയശ്രീയും ഞാനും ഏട്ടനും കൂടി തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്